ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന 3 പീസ് നൈറ്റി ആണ്. അപ്പോൾ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുകയോ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ടൈറ്റാനിക് നൈറ്റി ആണല്ലോ. ടൈറ്റാനിക് നൈറ്റി തന്നെയാണ്, വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പടം വരച്ചിട്ടാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു നൈറ്റി. രണ്ടും സിമിലർ തന്നെയാണ്. കാരണം 3 പീസ് നൈറ്റി എന്ന പേര് വരാനുള്ള ഒരു റീസൺ വെച്ച് ടൈറ്റാനിക് നൈറ്റി നമുക്ക് 3 പീസ് നൈറ്റി എന്ന് പറയാം. ഇത് എന്തുകൊണ്ട് ഈ ടൈറ്റാനിക് നൈറ്റി എന്നും പേര് വന്നു, 3 പീസ് നൈറ്റി ഈ രണ്ടായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ ടൈറ്റാനിക് നൈറ്റി ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെ ഇട്ടാൽ കട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ലീവ് കണ്ടോ, അതായത് ഈ സ്ലീവ് ഇത് ഇവിടുന്ന് വിത്തായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. 3 പീസ് നൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പം മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യത്തില്ലേ, ഇവിടെ വേണ്ടത് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ്ങോടെ ഫ്രണ്ട് പാർട്ട് മാത്രമേ ഉള്ളൂ. ബാക്ക് വരുമ്പോൾ നോർമലി ഉള്ള ഒരു ഇതായിട്ട് വരും. ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ്ങോടെ വരുന്നതുകൊണ്ടാണ് ഇതിനെ 3 പീസ് നൈറ്റി എന്ന് പറയുന്നത്. സ്ലീവ് ഒക്കെ അറ്റാച്ച്, സ്ലീവ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് നിൽക്കുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് വരിക. ബാക്കി ഈ നടുക്കത്തെ ഇത്ര യോക്ക്. അപ്പോൾ ഇത് 1 2 3, ഒരു പക്ഷേ ഈ 3 പീസ് നടുക്കിരിക്കുന്നതുകൊണ്ടായിരിക്കും 3 പീസ് നൈറ്റി എന്ന് പേര്. പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ പേര് വരാൻ കാര്യം എന്നുള്ളത്. പക്ഷേ എങ്കിൽ ഇത്രയും ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ടൈറ്റാനിക് നൈറ്റി 3 പീസാണ്. ഇവിടെ ഒന്ന്, ഇവിടെ നിന്ന്, ഇവിടെ നിന്ന്. ഈ 3 പീസ് കളർ കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പീസിനെയൊക്കെ എടുത്ത് വെച്ച് ജോയിൻ ചെയ്തൊക്കെ യോക്കൊക്കെ ഭംഗിയാക്കാനൊക്കെ ചെയ്തിട്ടൊരു പേരും കൊടുത്താണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ബ്രാൻഡൊക്കെ ഇറക്കാം. നിങ്ങളൊരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഒരു നൈറ്റി ഇറക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ആ നൈറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ പുതിയ പുതിയ മോഡൽസ് രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ സെയിം ടൈറ്റാനിക് നൈറ്റിയുടെ സെയിം കട്ടിങ് തന്നെ, ജസ്റ്റ് ഇവിടുന്ന് ഷോൾഡർ പോയിന്റ് അവിടെ നേരെ താഴത്തേക്ക് ഒരു ലൈൻ ഇങ്ങോട്ട് വരിക, ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് വരിക. അങ്ങനെ ഒരു ഇത് മാത്രമേ നമുക്ക് ഇതിനകത്തായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടോട്ട് വന്നു എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഇതിനകത്തുള്ളൂ. കണ്ടോ, ഈ ഒരു ലൈൻ വരും. ഇല്ലെങ്കിൽ ഏതായിരുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നൈറ്റി ആയിരുന്നു. ഇത് ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോണം. ഇപ്പം ഇതെന്തായി, സാധാ നമ്മുടെ ടൈറ്റാനിക് നൈറ്റി ആയി. നമുക്ക് ഇതിന് 3 പീസ് നൈറ്റി ആകുന്ന സെയിം കട്ടിങ് തന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഷോൾഡർ മാർക്കിംഗ് വരുന്നത് അവിടെ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു കട്ടിങ് നേരെ യോക്ക് ഈ ഒരു കർവ് വന്നിരിക്കുന്നില്ല അവിടേക്ക് ഇതേപോലെ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ വരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പേപ്പർ പാറ്റേൺ തയ്യാറാക്കണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് നമുക്ക് ഇങ്ങനെ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ നടുക്കത്തെ ഈ ഒരു യോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ അതേപോലെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് കഴുത്തിറക്കം നമുക്ക് നമുക്ക് കുറച്ച് കയറ്റി വെക്കാം. നേരത്തെ നമ്മൾ ഫ്രണ്ട് ബാക്ക് വരുമല്ലോ, ഇത് നിങ്ങൾക്ക് ബാക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കാര്യം സ്ലീവ് ഇവിടെ നിന്നാണ് സ്ലീവ് ഇരിക്കുന്നത്, ഇത്രയും പോർഷൻസിനാണ് സ്ലീവ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യോക്കുമായിട്ട് ബാധകമല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സ്ലീവ് വേണ്ടത് ഇതേപോലെയാണ് സ്ലീവിന്റെ ലൈൻസ് വരുന്നത്. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും സ്ലീവ് വരിക. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ലീവ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോർമലി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ അല്ല ഇത് അറ്റാച്ച് ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്കിലെ യോക്കിനെ കഴുത്തിറക്കം കൂട്ടുകയും കുറക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. ടൈറ്റാനിക് നൈറ്റി ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുകയില്ലായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ള ആദ്യം പേപ്പറിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനൊരു അത്യാവശ്യം നല്ലൊരു പേപ്പർ തന്നെ എടുക്കുക. അതിന് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊരു പത്രപേപ്പർ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നേരെ രണ്ടായിട്ട് ഇതേപോലെ മടക്കി ഇടുക. പത്രപേപ്പറിനെ തിരിച്ച് താഴത്തേക്ക് നിവർത്തിയിടുക. എന്നിട്ട് അതായത് വീതിപാട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രൗൺ പേപ്പർ വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് നേരെ രണ്ടായിട്ട് മടക്കി ഇടുക. ഇനി ബ്രൗൺ പേപ്പർ ഇല്ലാത്തൊരു നോർമൽ ലൈനിങ് ക്ലോത്തിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ലൈനിങ് ക്ലോത്ത് അത് വാങ്ങിയിട്ട് അത് ഇതുപോലെ മടക്കിയിടുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പേപ്പറായിരുന്നു, അതിനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി എന്നിട്ട് നേരെ താഴത്തേക്ക് മടക്കി. ഇത് ഫ്രണ്ട് പാർട്ടിനും ഇത് ബാക്ക് പാർട്ട്. അപ്പോൾ ഈ രീതിയിൽ അതിന് മാർക്കിംഗ് ചെയ്യുകയാണ്. മാർക്കിങ്ങിൽ ഫുൾ ലെങ്ത് ഈ ഒരു ലെങ്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് യോക്ക് മാത്രം കിട്ടിയാൽ മതിയല്ലോ. യോക്കാണല്ലോ നമുക്ക് കാര്യങ്ങൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നിങ്ങളൊരു പാറ്റേൺ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ എടുക്കുക. അപ്പം നിങ്ങൾ ഇപ്പം പലരും ഇതുപോലെ ഈ നൈറ്റിക്കൊക്കെ പാറ്റേൺ ചെയ്ത് പഠിക്കണം. നൈറ്റിക്കായാലും ഏത് ഗാർമെൻറ്റിനാണെങ്കിലും പാറ്റേൺ നമുക്ക് മസ്റ്റാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പാറ്റേൺ. നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ല നമ്മൾ എവിടുന്നേലും കോപ്പി ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം അല്ല. നിങ്ങൾ സൃഷ്ടിക്കുന്നത് വെച്ച് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ പാറ്റേൺ തയ്യാറാക്കണം. ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ തുണിയെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ എന്താ അറിയണമെന്നറിയാം,
ഷോൾഡർ എത്ര മാർക്ക് ചെയ്യണം, ഈ പീസിന് നടുക്കത്തിന് എത്ര തയ്യൽ, ഇതൊക്കെ ഒത്തിരി നിങ്ങൾ എന്താ പറയുക എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പേപ്പറിൽ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് തുണിയിൽ ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും കൊടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യണം. നമ്മളെല്ലാവരും ഈ റെഡിമെയ്ഡ് യൂണിറ്റ് ഒക്കെ ചെയ്യുന്നവർ ഇതുപോലെ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുക. അത് വെച്ചാണ് എക്സലാ വെട്ടുണ്ടെങ്കിൽ എക്സലിൻ്റെ ഷീറ്റ് എടുക്കുക, വെക്കുക, വെട്ടി വിടുക. അല്ല നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചെയ്യാനായിട്ടെന്നുള്ള ടൈം വരും. അതുമല്ല തുണിക്കകത്ത് ഒരുപാട് വേസ്റ്റ് വരും. വേസ്റ്റേജ് തുണിക്ക് വരാതിരിക്കാനാണ് നമ്മൾ പാറ്റേൺ തയ്യാറാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ 36 സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. 36 മീഡിയം സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടിനും ഈ താഴത്തേത് ബാക്ക് പാർട്ടിനും ഇവിടെയായിട്ട് അതിനോട് ഷോൾഡർ, നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ എത്രയാണ് അതിൻ്റെ ഹാഫ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടുന്ന് നേരെ താഴത്തേക്ക് ഒരു ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് അത് നമ്മുടെ ആം ഹോളാണ്. എത്രയാണ് ഷോൾഡർ കൊടുത്തത് അത് തന്നെ നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ആം ഹോളാണ്, ഇത് നമ്മളുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ആം ഹോളിൻ്റെ ലൈനും ഈ താഴത്തേക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്ക് വിഡ്ത്ത് എത്രയാണോ നമുക്ക് തയ്ച്ച് തീർന്ന് കഴിഞ്ഞ് കിട്ടേണ്ട നെക്ക്. നമുക്ക് 6 ഇഞ്ചാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഇഞ്ചാണ് മൊത്തം വൈഡെങ്കിൽ, അല്ലെങ്കിൽ 7 ഇഞ്ചാണ് നമ്മുടെ വൈഡെങ്കിൽ 7ൻ്റെ പകുതി 3.5 വരും. 1/2 ഇഞ്ച് കുറച്ചേ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 7ൻ്റെ പകുതി വരുമ്പോൾ നമുക്ക് 3.5 വരും. 3.5 ആണെങ്കിൽ 3 മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നേരെ താഴത്തേക്ക് എനിക്ക് ഫ്രണ്ട് കഴുത്തിറക്കം ഞാനൊരു 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക. 7 ഇഞ്ച് എടുക്കണമെങ്കിൽ 7 ഇഞ്ച് എടുക്കുക. ഫ്രണ്ട് ഞാൻ 7 ഇഞ്ച് എടുത്തു. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്ര ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ചെസ്റ്റിൻ്റെ 4-1 ഇവിടെ ഒരു ആം ഹോൾ കൊടുത്ത ലൈനിൽ ഒരു ലൈൻ ഇച്ചിരി നീട്ടി വരച്ചിട്ടുണ്ട്. ഈ ലൈൻ എന്താണ്, ചെസ്റ്റ് ലൈനാണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. ചെസ്റ്റ് ലൈൻ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്തു പോയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ചെസ്റ്റ് റൗണ്ടിന് 4, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. 36-ന് 4 വരുമ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച്. ഇവിടെ ലൂസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇവിടെ ഫ്രിൽസ് വരുമ്പോൾ നല്ല ലൂസ് കിട്ടും, അതുകൊണ്ടാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഞാൻ ആം ഹോൾ കർവ് ഒന്നും വരച്ച് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് വരയ്ക്കാൻ പോവാണ്. ആദ്യം നമ്മളത് യോക്ക് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി സൈസ് ചാർട്ടിനകത്ത് നിങ്ങൾക്ക് യോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ യോക്ക് ലെങ്ത് 10 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ 10 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ച് അടിച്ചു പോകുമ്പോൾ 1/2 ഇഞ്ച് ലെസ് ആയിപ്പോൾ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 10.5 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്ത് കൊടുത്തേച്ചും നമ്മൾ നോർമലി അത് ജസ്റ്റ് ഇതാണ് യോക്ക് ലെങ്ത് എന്നൊന്ന് മനസ്സിലാക്കാനൊന്നും അവിടെ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഈ ആം ഹോളിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ യോക്ക് വരയ്ക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ യോക്ക് ഇവിടെ വേണമെങ്കിൽ വരച്ചിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചിടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ആം ഹോളിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ യോക്ക് ഇങ്ങനെ വരുന്നത്. അത് ചരിഞ്ഞല്ല, നമ്മൾ ഇച്ചിരി നമ്മളൊന്ന് കെയർവാക്കിയൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ. ഇച്ചിരി ഒന്ന് കെയർവാക്കി ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഇത്ര എന്തായി, നമ്മുടെ യോക്കായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് അത് ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഷോൾഡറിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നേരെ നമ്മൾ സ്ലീവ് ലെങ്ത്, നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അത് മാർക്ക്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ലീവ് ലെങ്ത് ഒരു 6 ഇഞ്ചാണ് വേണ്ടെങ്കിൽ ഞാൻ 6 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. മടക്കി അടിക്കാനായിട്ടുള്ളത് ഇട്ട് വേണം മാർക്ക് ചെയ്യാൻ. 6 ഇഞ്ചാണ് നിങ്ങൾ മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ മടക്കി അടിക്കാനായിട്ടുള്ള 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് വേണം ലെങ്ത് കൊടുക്കാനായിക്കൊണ്ട്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നേരെ താഴത്തേക്ക് നമുക്ക് വേണ്ട സ്ലീവ് റൗണ്ട് എത്രയാണോ, ഇപ്പോൾ നമുക്ക് വേണ്ട സ്ലീവ് റൗണ്ട് എനിക്കിപ്പോൾ 14 ഇഞ്ചാണ്. 14ൻ്റെ പകുതി വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് ലൂസോട് കൂട്ടി ഞാൻ ഒരു 1.5 ഇഞ്ച് സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കും. സ്ലീവിന് നമ്മൾ മസ്റ്റായിട്ട് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതെനിക്ക് ഈ ഒരു പോയിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതാണല്ലോ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് 4 + നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, അതായത് ചെസ്റ്റിൻ്റെ 4-1 1 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റ് ഇതാണല്ലോ. ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത ലൈൻ കണ്ടോ, ഈ ചെസ്റ്റ് ലൈൻ്റെ ഈ ലൈനിനെക്കാട്ടിലും ഈ ലൈനിൽ നിന്ന് പിടിക്കുമ്പോൾ ഇതൊരു മിനിമം 1 ഇഞ്ചെങ്കിലും ഒന്ന് കൂടുതൽ ഉണ്ടാവണം. അത് മാത്രം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അതായത് അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനിപ്പോൾ 2 ഇഞ്ച് എന്നൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരുമ്പോൾ ഇവിടെ വരും. ചെറിയൊരു ചരിവുണ്ടായിരിക്കണം ഈ ലൈനിന്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ചരിവ് കിട്ടണം. നിങ്ങൾ ഈ ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫും ലൂസും കൂടെ വരുന്നത് നേരെയാണ് ലൈനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് കൊടുത്തിടത്തു നിന്ന് നമ്മൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി 1/2 ഇഞ്ച് കൂടെ ഇറക്കി മാർക്ക് ചെയ്തിട്ട് ചരിച്ചു കൊടുത്താൽ ചരിവ് കിട്ടുമെങ്കിൽ അങ്ങനെ വേണം നിങ്ങളത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്കില്ല. നല്ല കൈക്കൊക്കെ ഒത്തിരി വണ്ണം ഉള്ളവർക്ക് വല്ലതും നിങ്ങൾ ചെയ്യുന്ന കേസിൽ മാത്രം ഒരു പക്ഷേ അങ്ങനെ വന്നിരിക്കും. ഇപ്പം ഇവിടുത്തെ കേസിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന പോയിന്റും ഇതുകൂടെ സ്കെയിൽ ചരിച്ചല വെച്ച് വരയ്ക്കേണ്ടി വരുള്ളൂ, അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ സ്ലീവ് റൗണ്ടും ലൂസും തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക്, അതെവിടെയാണ് ഈ ഒരു ലൈൻ, അവിടേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ചരിച്ച് ലൈൻ കൊടുത്തു. കണ്ടോ, ഇതുപോലെ ചരിച്ച് ലൈൻ കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആം ഹോളിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതേപോലെ വീണ്ടും ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ഇതെന്താണ് ഇത് നമ്മുടെ യോക്കിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചില്ല, ഇനി നമുക്ക് നമ്മുടെ യോക്ക് വരച്ചു കൊടുക്കാം. യോക്ക് വരച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം, ചെസ്റ്റിന് 4 തയ്യൽ തുമ്പ് ലൂസൊക്കെ നിൽക്കുന്ന ലൈൻ ഏതാണ്, ഈ പോയിന്റ് അല്ലേ. അവിടെ നിങ്ങൾ ഇവിടുന്ന് ഞാൻ നേരെ താഴത്തേക്ക് ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുവാണ്. നിങ്ങളൊന്ന് കാണിച്ചു തരേണ്ടത്. നമ്മുടെ ബോഡി പാർട്ട് ഇത്രയും വരെ ഉള്ളൂ. ഇത് നമ്മുടെ സ്ലീവായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്ലീവാണ്. ഇപ്പം നിങ്ങൾക്കൊരു രൂപമൊക്കെ കിട്ടിയില്ല നൈറ്റിയുടെ, കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ബോഡി പാർട്ടാണ്, ഇത് സ്ലീവാണ്, ഇത് ഷോൾഡറാണ്. കാര്യം ഓരോ നിങ്ങൾ നോർമലി വരയ്ക്കുന്ന ഷേപ്പ് മാറുമ്പം തിരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ. അപ്പം ഇത്രയും കാര്യങ്ങളായി. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുള്ളൂ. ബാക്ക് പാർട്ട് വരുമ്പോൾ വേണ്ടതേ കഴുത്തിറക്കം ഞാൻ കൊടുക്കുക. കഴുത്തിറക്കം കൊടുത്തിട്ട് ഒരു കർവ് കൊടുത്തു, കണ്ടതേ. അതുപോലെ സ്ലീവ് വരുമ്പോൾ ഇവിടെ നിന്നാണ് സ്ലീവ് വരുന്നത്, കണ്ടോ. ഇത് നമ്മുടെ സ്ലീവാണ്, കണ്ടോ. എങ്ങനെ ഈ ഷേപ്പ് കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. എൻ്റെ ഒപ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഓരോ പോയിന്റ്സ് കൊടുക്കുമ്പോൾ നെക്ക് വിഡ്ത്ത്, ഷോൾഡർ, സ്ലീവിൻ്റെ ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെസ്റ്റിനെ 4 മാർക്ക് ചെയ്തു. ചെസ്റ്റിനെ 4 ലൂസും തയ്യൽ തുമ്പ് വരുന്ന പോയിന്റ് ഇതാ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സ്ലീവ് റൗണ്ടിൻ്റെ പോർഷൻ ഇതുകൂടെ ജോയിൻ ചെയ്തു. ഈ ഒരു പോയിന്റ് ആം ഹോളോടെ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇതെന്തായിരുന്നു, യോക്ക് ലെങ്ത് ആയിരുന്നു. ഈ യോക്ക് ലെങ്തിലേക്ക് ഇതേപോലെ എന്ത് ചെയ്ത് കൊടുത്തു, ഞാനിങ്ങനെ ഒരു കർവ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനി ഇതെന്താണ്, ഇത് നമ്മുടെ ഫ്രണ്ട് കഴുത്തിറക്കമാണ്. ഫ്രണ്ട് കഴുത്തിറക്കമാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഫ്രണ്ട് കഴുത്തിറക്കമാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു വെച്ചു. ഇത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സൈഡ് പാർട്ടാണ്. നമുക്ക് പ്ലീറ്റ്സ് വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ വരും, കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് വരും. പ്ലീറ്റ്സ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പീസിനെ അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അതിപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ നൈറ്റി മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനൊരു പീസ് കൂടെ വരും. അത് ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ് ആ പീസ് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ മാർക്ക് ചെയ്തു. നമ്മൾ ടൈറ്റാനിക് നൈറ്റ് ചെയ്തപ്പം നമുക്കിത് ഇങ്ങനൊരു സംഭവം ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു അല്ലേ. ഇതിന് താഴത്തെ സ്കേർട്ട് പാർട്ടിനുള്ളതാണ്. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇതിനിങ്ങോട്ടേക്ക് നീക്കി വെച്ചേച്ച് ബാക്കിയുള്ളത് നേരെ അങ്ങ് ചെയ്തു പോകാം. ഇതിനിങ്ങനെ വെച്ചേച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് സ്കേർട്ട് പാർട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്കുണ്ട് ഈ ഒരു ഭാഗം, ഇത് എക്സ്ട്രാ സ്ലീവ് ആണല്ലോ, ഈ ഭാഗം ഇങ്ങനെ നിൽക്കും. നേരെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് യോക്ക് വെട്ടി അങ്ങ് പോകും. മാക്സിമം കയറ്റി വെച്ചേച്ചും ഇങ്ങനെ വെട്ടിയിട്ട് നേരെ ഇങ്ങനെ വെട്ടി അങ്ങ് പോകും. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ വെട്ടുന്നില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് ഭാഗം, അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ ഇവിടെ സെൻറ്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യത്തില്ല, നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ ഇങ്ങനെ ചെയ്തു. ഇനി എന്നിട്ട് ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ ഇതേപോലെ ബാക്ക് കഴുത്തിറക്കം ആദ്യം കണ്ടോ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിറക്കം ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുവാണ്. ഇനി ഇതിനെ ഞാൻ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആദ്യം പേപ്പർ പാറ്റേൺ അടിച്ചാൽ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താനായിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താണ്, ബാക്ക് പാറ്റേൺ ആണ്. ഇത് നമ്മുടെ ബാക്ക് പാറ്റേൺ ആണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ബാക്ക് ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ചു. ഇനി ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പീസും കൂടി ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഷേപ്പ് കൊടുക്കാമെന്നാണ്. അതിനെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഈ ഒരു കോർണറിൽ നിന്ന്
ചെറിയ ഇങ്ങനെ ഒരു കർവ് ഇങ്ങോട്ടേക്ക് കൊടുത്തു. കണ്ടോ, ഇങ്ങനെ കൊടുത്തു. ഇത് സെൻറ്ററിലെ യോക്ക്, ഇത് സൈഡിലത്തെ യോക്കായിട്ടും വരും. കണ്ടോ, ഇങ്ങനെ വരും. ഇതിന് ഇവിടെ കൂടെ കട്ട് ചെയ്യാം. നമുക്ക് തുണി വെക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തല്ലോ. ഇനി ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് എന്തുകൊണ്ട് പേപ്പർ പാറ്റേൺ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകും അല്ലേ, 1/2 ഇഞ്ച് പോകും. ഈ സ്ലീവ് കണ്ടോ നിങ്ങൾ, സ്ലീവിനും കൂടെ നമ്മൾ ചേർത്തല്ലേ എടുത്ത്. സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് അടിച്ചു പോകത്തില്ല. ആ 1/2 ഇഞ്ച് ഇവിടെ നിന്ന് മാർജിൻ ഇട്ടേക്കണം. തുണിയിൽ വെട്ടുന്ന സമയത്ത് നമ്മൾ ഈ 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട്, പേപ്പർ പാറ്റേൺ അങ്ങനെ ഇരുന്നോട്ട് മടക്കി വെച്ചിട്ട് ചെയ്യണം. അന്നെങ്കിൽ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇത് ഒരേപോലെ നിൽക്കുകയുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് പോകുമ്പം ഈ സ്ലീവ് റൗണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടെ കൊടുത്തിട്ട് ഈ കോർണറിലോട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഈ കോർണറിട്ട് വരയ്ക്കുക. ഇവിടെ ഈ 2 ഇഞ്ചിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസങ്ങളൊന്നും നമുക്ക് വരത്തില്ല. സ്ലീവ് റൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ടൈറ്റ് വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടും. ഇനി ഇത് വെച്ച് എങ്ങനെ തുണിയിൽ ചെയ്യണം എന്നുള്ളത് ഞാനിനി ഈ പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് അങ്ങ് പോകാം. ഇപ്പോൾ ബാലൻസ് ഇരിക്കുന്ന പീസാണല്ലോ ഇതിലേക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടേറ്റ് ഇത് കണ്ട്, ഈ ഒരു കോർണർ എന്താണ്, ഈ ഒരു കോർണർ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് നമ്മുടെ സ്ലീവാണ് അല്ലേ. അപ്പോൾ ആ സ്ലീവിൻ്റെ പോർഷൻ ഏറ്റവും അറ്റത്തേക്ക് ചേർത്ത് വെക്കുന്നു. ബാക്ക് പാർട്ട് ഞാനങ്ങ് എടുക്കുവാണ് കേട്ടോ. ബാക്ക് പാർട്ട് എടുത്ത് നമുക്ക് എളുപ്പമാണ്. ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഈ ഒരു 2 ഭാഗം ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്. ആ വരുന്ന രീതിയിൽ നേരെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചും 2 പീസിൽ ഒരു പീസ് മാത്രമായിട്ട് അങ്ങ് എടുക്കട്ടെ. ഇതുപോലെ മാക്സിമം ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് കണ്ട് ഇത് സ്ലീവാണ്. സ്ലീവിൻ്റെ ആ ഒരു ജസ്റ്റ് 4-1 ലൈൻ നിൽക്കുന്ന ഈ ഒരു പാർട്ടില്ല, അത് കറക്റ്റ് ഈ തുണിയുടെ സൈഡിലായിട്ട് മാക്സിമം നമ്മൾ ചേർത്ത് വെച്ച്, എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നേരെ ഇതേപോലെ ഇങ്ങനെ വെച്ചിടും. മാക്സിമം തുണി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രേസ് ചെയ്തു കണ്ടോ. ഇത് ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ തുണി എത്രയുണ്ടോ അത്രയും നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. കേട്ടോ, ആകെ വേസ്റ്റേജ് വളരെ കുറച്ചേ സംഭവിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഇങ്ങനെ കിട്ടിയല്ലോ. ഞാൻ ഇടയ്ക്കത്തെ ഒരു പേപ്പർ അങ്ങ് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതിങ്ങനെയായിട്ട് ഇത് ഇവിടെയും വന്നിരിക്കും, ഇതിങ്ങനെയും വന്നിരിക്കും. കണ്ടോ, വന്നിരിക്കിട്ട് ബാലൻസ് ഇത്രയില്ല. ഇതിനെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് ഉള്ളിലേക്ക് വെക്കേണ്ടത്. കണ്ടോ, നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്മൾ കഴിഞ്ഞ നൈറ്റിക്ക് ചെയ്തതുപോലെ തന്നെ പ്ലീറ്റ് ഇതേപോലെ ഇട്ട് കണ്ടോ, ഇതേപോലെ പ്ലീറ്റ് ഇട്ട് നമ്മൾ ഇതിനെ അങ്ങ് ഒതുക്കണം. കണ്ടോ, ഇപ്പം അതെ സെറ്റായില്ലേ, നൈറ്റി സെറ്റായില്ലേ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗാർമെൻറ്റും. കൂടുതലായിട്ട് നമ്മൾ നീട്ടി ഇങ്ങോട്ടേക്ക് എടുത്ത് പ്ലീറ്റ് ഇട്ട് ഒതുക്കി ഇതിനെ അറേഞ്ച് ചെയ്ത് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ തുണിയിലോട്ട് ഇത് ചെയ്ത് കാണിക്കാം. ഈ പേപ്പർ പാറ്റേൺ ചെയ്ത് വെക്കുമ്പോഴേ ഏതൊക്കെയാണെന്നുള്ളതെല്ലാം എഴുതി വെക്കണം. ഇത് സ്ലീവ് ലെങ്താണ് എന്നുള്ളതെല്ലാം നമ്മൾ എഴുതി വെക്കണം കേട്ടോ. ഇത് സ്ലീവാണ്, അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തെല്ലാം സ്ലീവ് എന്നുള്ള എഴുതി വെക്കുക. യോക്ക് ബാക്ക് എല്ലാം എഴുതി വെക്കുക, അല്ലെങ്കിൽ പിന്നീട് അത് മാറിപ്പോകും. നമുക്ക് സ്കേർട്ട് പാർട്ട് പേപ്പർ പാറ്റേൺ വേണമെന്നില്ല. താഴത്തെ നമ്മൾ ഈ പേപ്പർ പാറ്റേൺ ചെയ്ത് വെച്ച് തന്നെ നമുക്ക് താഴത്തെ ഭാഗവും ചെയ്യാവുന്നതാണ്. ആരും ഡയറക്റ്റ് തുണിയിലോട്ട് മാർക്ക് ചെയ്യല്, നിങ്ങൾക്ക് തെറ്റ് പറ്റും. കാര്യം തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. എപ്പോഴും പാറ്റേൺ ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഇതുപോലത്തെ നൈറ്റികളൊക്കെ നിങ്ങൾ ചെയ്യുക. ഞാൻ നൈറ്റി തുണി എടുത്തിട്ടുണ്ട്. നടുക്കത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, സെൻട്രലത്തെ ഈ പീസ്, ഇത് മാത്രം ഞാൻ വേറെ കളറായിരിക്കും കൊടുക്കുന്നത്. ഇനി മൊത്തത്തിന് സെൻട്രൽ യോക്ക് വേറെ കളർ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെക്കാവുന്നതാണ്. കാര്യം മൊത്തമായിട്ട് ഈ ഒരു യോക്ക് വേറെ കളർ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് എടുത്ത് നമ്മൾ ആദ്യം മൊത്തം നിവർത്തിയിട്ട് ആദ്യം നമ്മൾ എല്ലാ നൈറ്റിക്കും നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം വീതിപ്പാട് ഇതേപോലെ മടക്കി, അതിനുശേഷം നമ്മൾ നേരെ താഴത്തേക്ക് ഇതേപോലെ മടക്കി ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ മടക്കി അയച്ചും ടേബിളിലേക്ക് വിരിച്ചിട്ട് കൊടുക്കുക. ആരും ഡയറക്റ്റ് തുണിയിലോട്ട് ഈ നൈറ്റി, ടൈറ്റാനിക് നൈറ്റി ഒക്കെ അതുപോലെ ഇലാസ്റ്റിക് നൈറ്റി ഒന്നും മാർക്കില്ല. പേപ്പർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. കാര്യം കറക്റ്റായിട്ട് എല്ലാ സീം എലമെന്റ്സും എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെയാണ്. ഡയറക്റ്റ് തുണിയിലോട്ട് നിങ്ങൾ ചെയ്തുള്ള ഒരു പ്രശ്നം, നിങ്ങൾ തയ്യൽ തുമ്പൊന്നും ഇടയ്ക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കൂട്ടി അടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചുമ്മാ ലൂസിട്ട് ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. പക്ഷെ അതൊരു പെർഫെക്ഷൻ അതിന് കിട്ടണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നേരെ ഇങ്ങോട്ടേക്ക് 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇതേപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നൈറ്റിക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്യുമ്പം എത്രയാണ് നിങ്ങൾക്ക് വേണ്ട ഫുൾ ലെങ്ത്
പ്ലസ് 2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ അങ്ങ് ഇട്ട് കൊടുത്തേക്കണേ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് 50 ഇഞ്ചായിട്ട് വേണ്ട, ഞാൻ 52 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ലെങ്ത് 50 ഇഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ച് കൂടെ കൂട്ടി 52 ഇഞ്ച് ഞാനിവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് യോഗ് പാർട്ട് സ്കേർട്ട് പാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്കേർട്ട് ഇച്ചിരി ഇറക്കി വെച്ച് കഴിയുമ്പോൾ ലെങ്ത് കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ക്ലോസിങ് ആയിട്ടുള്ള ഈ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഷോൾഡർ പീസും യോക്കും എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പാറ്റേൺ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം നമുക്ക് യോക്കിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട്. അപ്പോൾ പേപ്പർ പാറ്റേൺ ചെയ്ത് മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഈ 2 പീസൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ടോ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ അരയിഞ്ചൊക്കെ വേണം. അതിന് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്കിംഗ് ചെയ്യുവാണ്. കണ്ടോ, കറക്റ്റായിട്ടുള്ള മാർക്കിംഗ് ആണ് ഇപ്പം ഈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനി ഇപ്പുറത്തെ പീസായിട്ട് അറ്റാച്ച് ചെയ്യാൻ ഈ സൈഡിൽ എനിക്കിനിയും തയ്യൽ തുമ്പിടണ്ടായോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് വരച്ച് കൊടുത്തേച്ചും ഈ ഒരു കോർണറിലും വേണ്ടായോ, ഈ യോക്കിനും താഴെ വേണ്ടായോ തയ്യൽ തുമ്പ്, അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പം ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യേണ്ടതാണ് ഈ ലൈൻ വരുന്നത്. അപ്പം ഇവിടെയും നമുക്ക് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഒരു കോർണറിൽ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ചെയ്തു. അപ്പോൾ പേപ്പർ പാറ്റേണിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് എന്താണ്, സ്ലീവിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ഏറ്റവും എഡ്ജ് ചേർത്ത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഈ പാർട്ട് അരയിഞ്ച് അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് വേരിയേഷൻ വരുമെന്നല്ലേ. അപ്പം അതിന് പകരമായിട്ട് നിങ്ങൾ ഈ നിവർത്തി വെച്ച് തന്നെ, അതായത് ഇവിടെ മടക്കി വെക്കാതെ തന്നെ നിങ്ങൾ ചെയ്തോളൂ. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത് ഇവിടെ ഈ താഴെ എന്തായാലും നമ്മൾ തയ്യൽ തുമ്പ് ഇടണമല്ലോ. താഴത്തെ നമ്മുടെ ഈ ഒരു പാർട്ടിൽ എന്തായാലും നമ്മൾ തയ്യൽ തുമ്പ് ഇടണമല്ലോ. അതുകൊണ്ട് മേളിലത്തെ ഈ തയ്യൽ തുമ്പിൽ നമ്മൾ മടക്കി വെച്ച് ചെയ്താലും താഴെ തയ്യൽ തുമ്പ് ഇടണം. അത് ടാലിയാക്കാൻ നമ്മളുടെ മേളിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ മടക്കി വെക്കുന്നില്ല. പകരം നേരെ തന്നെ ഇത് കറക്റ്റ് തന്നെ വെച്ച് കൊടുക്കുക. മടക്കി വെക്കാതെ തന്നെ വെച്ച് കൊടുത്തേച്ചും കണ്ടോ. സ്ലീവിന് വല്ല തയ്യൽ തുമ്പൊക്കെ ഇടണമെങ്കിൽ അതിനനുസരിച്ച് സ്ലീവിന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതേപോലെ ട്രേസ് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, കറക്റ്റ് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുക. അപ്പം ഇങ്ങനെ ഫുള്ള്, അതായത് ഈ ഒരു മേളിൽ നമ്മളൊരു 1/2 ഇഞ്ച് ഞാൻ വെട്ടിക്കളയണമെന്ന് പറഞ്ഞില്ലേ, മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾ ചെയ്യേണ്ട. കാരണം അത് ഇവിടുത്തെ ഈ തയ്യൽ തുമ്പ് വേണ്ടതേ അകത്തേക്ക് ഇത് ഫുള്ള് ട്രേസ് ചെയ്ത് എടുത്തേച്ചും വേണ്ടതേ ഈ ഒരു പാർട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്കാകുമ്പോൾ അത് ടാലി ആയിക്കോളും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇടണം. ഇവിടെ നമ്മൾ ഇതേപോലെ കറക്റ്റ് എടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മസ്റ്റായിട്ടും ഇതേപോലെ കണ്ടോ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ സൈഡിൽ, ഈ ഒരു സൈഡ് നമ്മൾ തയ്യൽ തുമ്പ് മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് താഴത്തേക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നമ്മൾ ഓൾറെഡി 1/2 ഇഞ്ച് ഇവിടെ ഉണ്ട്, അത് ടാലി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യുമോ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വരെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ കണ്ടോ ഇത് കറക്റ്റായിട്ട് നമുക്കിവിടെ വന്നോളും കേട്ടോ. 1/2 ഇഞ്ച് ഇവിടെ ലെസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിലേക്കാകുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവും യോക്കും നമ്മൾ സെറ്റായിട്ട് ചെയ്തു. ഇനിയും ഫ്രണ്ട് പാർട്ട് ഇതിലേക്ക് വെക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്, കഴുത്തിറക്കത്തിനുള്ള വ്യത്യാസം. പിന്നെ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യണം, അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇത്രയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത്രയും കട്ട് ചെയ്തെടുക്കാമേ. നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ തരുന്ന സെയിം മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ തോന്നിയെങ്കിൽ അതിനുശേഷം രണ്ടാമത് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഒരെണ്ണം ഞാൻ ഫ്രണ്ട് പാർട്ടായിട്ട്, ഒരെണ്ണം ബാക്ക് പാർട്ടായി. ഇത് ഞാൻ ബാക്കായിട്ടും ഇതിനെ ഞാൻ ഫ്രണ്ടായിട്ടും എടുക്കുവാണ്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഇതുപോലെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ വേണം കട്ട് ചെയ്യാനായിട്ട്. സ്ലീവിൻ്റെ ഇത് നേരെ ഇവിടെ കട്ട് ചെയ്ത് വിടരുത്, ആരും ശ്രദ്ധിക്കണം ആ ഒരു കാര്യം. കണ്ടോ, ഇവിടെ വരെ സ്ലീവാണ്, ഇവിടെ വരെ നമ്മൾ ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യത്തുള്ളൂ. ഇനിയും നമുക്ക് പേപ്പർ പാറ്റേൺ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ തുണിയിൽ നമുക്ക്
ചെയ്യാവുന്നതാണ് കേട്ടോ. ബാലൻസ് നമ്മുടെ ക്ലോത്ത് ഇത്രയും കിടക്കുകയല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഈ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യേണ്ടായോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ എഡ്ജ് പാർട്ട്, ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ചെസ്റ്റ് 4 വരുന്ന പോയിന്റ്, ഈ 2 ഇഞ്ച് ഇറക്കിയ ആ പോയിന്റ്, അത് നമ്മൾ മാക്സിമം അരിക്ക് ചേർത്ത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്തു. ഇനി യോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഭാഗം, ഈ യോക്കിൻ്റെ ഭാഗം നമ്മൾ നേരെ ഇത് തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്, ഇത് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു കണ്ടോ, ഇത് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനോ ഈ ഒരു പീസിന് നമ്മൾ എന്ത് ചെയ്തു, ഈ പീസിന് ഇത് നമ്മുടെ തുണി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, നമ്മുടെ ക്ലോത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സ്ലീവിൻ്റെ പാർട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാക്സിമം ചേർത്ത് വെച്ച് കൊടുത്തു കണ്ടോ, മാക്സിമം ചേർത്ത് വെച്ച് കൊടുത്തു കണ്ടോ ഇവിടെ, അതായത് ഈ ഒരു ഭാഗം ഈ അറ്റത്ത് നിൽക്കണം കണ്ടോ, ഈ കോർണറിലായിട്ട് വെച്ചു. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഞാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു കണ്ടോ, നേരെ ആയിരിക്കണം വെച്ച് കൊടുക്കുക, ഇത് നേരെ തന്നെ ഇരിക്കണം കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് ഇതേപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുക കണ്ടോ, 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണേ, നല്ല തയ്ക്കുന്ന ആ രീതിയിൽ ഇരിക്കുള്ളൂ ഈ ഭാഗത്ത്. എന്നിട്ട് ട്രേസ് ചെയ്യുവാണ് കണ്ടോ, അതെ കണ്ടോ, ഇവിടെ നേരെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തു. ഇങ്ങനെ വരയ്ക്കുമ്പം ഇവിടെ എത്രയും നഷ്ടപ്പെട്ട് പോകുന്നുണ്ടെന്നുള്ളത് നോക്കണം. ഇത്രയും കട്ട് ചെയ്ത് പോകുന്നോ, ഇവിടെ എത്രയും 1 ഇഞ്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ലെങ്തിനകത്ത് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ലെങ്ത് തയ്ച്ച് നമ്മൾ തയ്യൽത്തും ഓൾറെഡി 2 ഇഞ്ച് ഇട്ടിട്ടില്ല, അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും താഴെ നമ്മൾ 1 ഇഞ്ച് കൂടെ ലെങ്തിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ലെങ്ത് വേരിയേഷൻ സംഭവിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കണ്ടോ. ഇനി ഇതിനെ മാറ്റി വെക്കുന്നത് ഇത്രയും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിന് കട്ട് ചെയ്യുവാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നേരെ ഇങ്ങോട്ടേക്ക് കറക്റ്റ് കണ്ടോ, ഈ കോൺ വരുന്നത് നേരെ വെച്ചു. ഇനി ഈ യോക്കിൻ്റെ ഭാഗം നേരെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മുടെ തയ്യൽ തുമ്പില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് നേരെ ഇങ്ങനെ തുണിയുടെ ഇപ്പുറം വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരുവാണ് കേട്ടോ, എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലോത്തിൻ്റെ ഈ അരികത്തോട്ട് ചേർത്ത് ഈ കോർണർ വരുന്നിടത്തോട്ട് വെച്ചു, കറക്റ്റ് നേരെ ആയിരിക്കണം വെക്കുന്നത്. ഇനി ഈ നടുക്കത്തെ യോക്ക് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇതുപോലെ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചു. നമ്മുടെ ഇവിടെ ഒരു 1/2 ഇഞ്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഈ ഭാഗം ചേരുന്ന രീതിയിൽ ഇതേപോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രേസ് ചെയ്തു, ഇവിടെ ഇങ്ങനെ ട്രേസ് ചെയ്തു. തുണി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കിടക്കുമല്ലേ, ഇങ്ങോട്ടേക്ക് തുണി കിടക്കുമല്ലേ, നേരെ ഈ വരയ്ക്കുന്ന വര, അതായത് നമ്മൾ ഒരു മിനിറ്റ്, ഇത് ഈ വരയ്ക്കുന്ന നമ്മുടെ വരയുണ്ടല്ലോ, നമ്മളിങ്ങനെ വരച്ചില്ല, ഈ വര നേരെ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അത് നിങ്ങൾക്ക് നേരെ വരയ്ക്കാൻ അറിയത്തില്ല, നേരെ സ്കെയിൽ ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് പകുതി തൊട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരയ്ക്കും. ഇത്രയും നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ വേണ്ടത് ഇതേപോലെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുത്ത്, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇനി ഇത് നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കണ്ടോ, ഇത് നമ്മുടെ യോക്കിൻ്റെ ഭാഗം അല്ലേ കണ്ടോ, ഇത് നമ്മൾ ഈ ഒരു ഭാഗം ഇപ്പം ഇങ്ങനെ നേരെ കാണുന്നില്ലേ കണ്ടോ, ഇത് നമ്മുടെ യോക്കിൻ്റെ ഭാഗം ഇങ്ങനെയായിട്ട് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ യോക്കിൻ്റെ ഭാഗം ഇങ്ങനെ വരും. ഇത് നമ്മുടെ സ്ലീവിൻ്റെ പാർട്ട് ഇങ്ങനെയും വരും കണ്ടോ. ഇനി ഈ കൂടുതലായിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലീറ്റ് ഇട്ട് ചുരുക്കി ഈ ലെവലാക്കി മാറ്റിയെടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു നൈറ്റി കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ബാക്ക് നെക്കിനെയും വെട്ടിയിട്ട് ഈ ഒരു പീസും കൂടെ വെട്ടാം. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി പാറ്റേൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കഴുത്തകലം ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. കഴുത്തകലം ഫ്രണ്ട് ഞാൻ ഇത്ര ഇറക്കുന്നുണ്ട്, ബാക്ക് ഞാനൊരു 3 ഇഞ്ചാണ് ഇറക്കുന്നത് കേട്ടോ. അത് നമുക്ക് എത്രയാണോ കഴുത്തിറക്കം വേണ്ടത് കൃത്യം നമ്മൾ ആ ഒരു ഇത് കൊടുക്കുക. ഇത് ഫ്രണ്ട് നെക്ക് അല്ലേ, ഇത് ബാക്ക് നെക്ക്, ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കുമ്പം ഞാനൊരു 7 ഇഞ്ചല്ല പറഞ്ഞത്, 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചും. ഇവിടെ നിങ്ങോട്ട് ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ നിങ്ങോട്ട് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് കിട്ടാൻ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ഈ നൈറ്റിക്ക് ഫ്രണ്ട് നെക്കിനും കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് വെച്ച് ഇതേപോലെ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ മാറ്റിയിട്ട് വെച്ചും ഫ്രണ്ട് മാത്രമായിട്ട് ചെറിയൊരു ചരിവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി.
ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് നമുക്കിത് ഇങ്ങനെ ഒരു യോക്ക് ഇവിടെ കട്ട് ചെയ്യണം. യോക്ക് കട്ട് ചെയ്യുമ്പോൾ സെയിം പീസ് തന്നെ ഞാനിവിടെ വെച്ച് കൊടുക്കത്തില്ല. കാര്യം സെയിം പീസ് തന്നെ വെച്ച് കൊടുത്താൽ എനിക്ക് ഈ പീസ് ഇവിടെ ലെസ്സായി കുറഞ്ഞു പോകും. ഇച്ചിരി ഒന്ന് തയ്ക്കുമ്പോൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വേറെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റർ പീസ് നമ്മളെപ്പോഴും വേറെ കളർ വെച്ചൊക്കെ ചെയ്യുന്നത്. ഇനി മൊത്തത്തിൽ ഈ ഒരു യോക്കിനെ മാറ്റി വേറെ കളർ ഇവിടെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ സെൻറ്ററിലെ ആ ഒരു പീസ് മാത്രമേ മാറ്റുന്നുള്ളൂ. കാര്യം ഈ പീസിനെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഞാനത് ട്രേസ് എനിക്ക് ഇങ്ങനെ വേണ്ട വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എനിക്കിത് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈനും കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇനി അതല്ല കുറച്ചുകൂടെ നേരെ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് വരയ്ക്കാം. നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നടുക്കത്തെ ഈ ഒരു പീസിന് നമുക്ക് ഇങ്ങോട്ടേക്ക് അടിക്കാൻ തയ്യൽ തുമ്പ് വേണ്ടതുകൊണ്ട് എനിക്ക് കറക്റ്റ് പീസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാനിത് വരച്ച് വെച്ചിട്ട് ട്രേസ് ചെയ്ത് അങ്ങ് എടുക്കാവേ. അപ്പോൾ ഞാൻ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് അങ്ങ് ട്രേസ് ചെയ്ത് എടുക്കാനുണ്ട്. ഒറ്റ പീസിന് ആവശ്യമുള്ളൂ. നമ്മൾ ലൈനിങ് വേറെ കളർ കൊടുത്താലും മതി. ഇനി ഈ തുണി ഉണ്ടെങ്കിൽ ഡബിൾ ലെയർ ഇട്ടോളൂ, അതിനകത്ത് പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഒന്നുകൂടെ മടക്കി, അത് 2 പീസ് വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് വെച്ചും ഇതാദ്യം നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കുക. താഴത്തെ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉണ്ട്. കറക്റ്റ് വേണ്ടത് നമുക്ക് ട്രേസിങ് വീൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. താഴെ നമുക്ക് അതിൻ്റെ ആ ഒരു പാട് വീഴും. അപ്പോൾ ഞാനത് ഇതേപോലെ വരച്ചു. ഈ സൈഡിലോട്ട് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. ബാക്കി സൈഡിലൊക്കെ നമുക്ക് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും ആണെങ്കിൽ കഴുത്തിൻ്റെ നെക്ക് ഇറക്കത്തിനകത്ത് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ, ഇതേപോലെ നടുക്ക് നമ്മൾ ഇതുപോലൊരു പീസാണ് വെച്ച് കൊടുക്കുന്നത് കണ്ടോ. ഫ്രണ്ടിൽ മാത്രം, ബാക്കിൽ സെയിം കളർ തന്നെ, ബാക്കിൽ വ്യത്യാസപ്പെടുത്തുന്നൊന്നുമില്ല. ഇനി ഈ പീസ് ഇങ്ങോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്കൊരു 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഈ ഒരു പീസിന് വേണ്ട 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ലെസ്സായിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 1/2 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഒരുപോലെ നിന്നോളും കണ്ടോ. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ. യോക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കും കണ്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അതിനാ സെൻറ്റർ യോക്ക് മാറ്റി വേറെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മേളിൽ ആ യോക്കൊക്കെ വെട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് പോയ ആ 1 ഇഞ്ച് ഉണ്ടായിരുന്നല്ലോ, ആ 1 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ 1 ഇഞ്ച് ലെസ്സായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കയ്യോടത് മാർക്ക്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇടയ്ക്കൊന്നും എല്ലാം പോകുന്നതിന് നമ്മൾ യോക്കിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെ ഇടയ്ക്കൊന്ന് പോകുന്നതിന് ചിലപ്പോൾ താഴെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് കയ്യോടെ ചെയ്ത് കൊടുക്കണം, അല്ലേ പിന്നെ അത് മറന്നു പോകും. എന്നിട്ട് നമുക്ക് അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഇപ്പം നമ്മുടെ ഫുൾ ലെങ്ത് ഓക്കെ. എന്നിട്ട് ഈ ഒരു കാര്യം യോക്കെല്ലാം മാറ്റി വെട്ടിയിട്ട് നിങ്ങൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ആദ്യമേ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാതിരുന്നത്. നമ്മളിവിടെ യോക്കും ഫ്രണ്ടിലത്തെ യോക്ക് പാർട്ടും ബാക്കിലത്തേത് വരുമ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഫ്രണ്ടിലത്തേത് ഇങ്ങനെ വരും, ബാക്ക് നേരെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് ഇപ്പം ബാക്കിലെ യോക്ക് കട്ട് ചെയ്തു, ഫ്രണ്ടിലത്തെ യോക്ക് കട്ട് ചെയ്തു. സ്ലീവ് വരുമ്പോൾ നമ്മളിത് ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, 2 സൈഡിൽ ഇതുപോലെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിനി താഴത്തെ ഈ ഒരു പീസ് നേരെ ഇതേപോലെ അല്ലേ ഇങ്ങനെയല്ലേ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നേരെ ഇങ്ങനെ പ്ലീറ്റ് അടിച്ച് ഇവിടേക്ക് വരും. അപ്പോൾ നമ്മുടെ നൈറ്റ് ഇതേ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം ചെയ്ത് വെച്ചു. നമുക്കിനി അടുത്ത പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.